ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ ഒരു സ്ഥലം പരിചയപ്പെടുത്തി തരാം. ഒരു വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട് എന്ന സ്വപ്നത്തിന് വേണ്ടി ആദ്യ ഒരു ഭാഗം എന്ന നിലയിൽ ഞങ്ങൾ കുറച്ച് സ്ഥലം മേടിച്ചു. ഒരു 5 സെൻറ്റ് സ്ഥലം. ആ സ്ഥലം നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം അതിരമ്പുഴയിലാണ്, MG യൂണിവേഴ്സിറ്റിക്ക് അടുത്ത്. യൂണിവേഴ്സിറ്റിയുടെ പുറകുവശത്താണ് ഈ കാണുന്നത്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയുടെ കോമ്പൗണ്ടാണ്. അപ്പോൾ ആ കാണുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഫിസിക്സ് ലാബാണ്. ഈ യൂണിവേഴ്സിറ്റി ഈ മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ അതിരാണ്. അതിൻ്റെ പുറകുവശമാണ്. ഇതാണ് സ്ഥലം. ഇതാണ് ഞങ്ങൾ മേടിച്ച സ്ഥലം. 5 സെൻറ്റാണ്. ഇപ്പോൾ ഈ മുകളിൽ തെളിച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വിറ്റുപോയ ഒരു സ്ഥലമാണത്. ഇതാണ് ഞങ്ങളുടെ സ്ഥലം. 5 സെൻറ്റ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ കിണർ കുത്തിയിരുന്നു. അപ്പം വീട് പണി ഒക്കെ നടക്കാൻ എല്ലാം ഒരു പ്ലാനിട്ട സമയത്താണ്, വീട് പണിയാൻ പ്ലാനിട്ട സമയത്താണ് കൊറോണയൊക്കെ വന്നത്. അതുകൊണ്ട് പിന്നെ വീട് പണിയാൻ സാധിച്ചില്ല. ഇത് ഈ അടുത്ത് തന്നെ പണിതൊരു വീടാണ്. ഒരു കുറച്ച് നാൾ കൊറോണയ്ക്ക് ഒരു തൊട്ട് മുമ്പ് അത് തന്നെ കൊറോണയുടെ സമയത്തല്ല ഇത് അല്ലേ? ശരിയാ, കയറി താമസം കൊറോണയുടെ സമയത്തായിരുന്നു അല്ലേ? ഇത് കയറി താമസം കൊറോണയുടെ സമയത്തായിരുന്നു. ഞങ്ങൾ കിണർ നേരത്തെ കുത്തി കിടക്കുവാണ്. ഇനി ഇതൊക്കെ വെട്ടി തെളിച്ച് വേണം നമുക്ക് പെരവണിയാനായിട്ട്. മുട്ട ഇങ്ങോട്ട് നോക്കിടാ. ഹായ് പറഞ്ഞേ. ഹായ് മുട്ട ഇങ്ങോട്ട് നോക്കി പറ. അപ്പൊ നിങ്ങളെ ഈ ഒരു കഥാപാത്രത്തെ നിങ്ങൾ ആദ്യമായിട്ട് കാണുമായിരിക്കും. നിങ്ങളെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇത് ആന്റിയുടെ മോളുടെ കൊച്ചാണ്, ഇവാൻ പേര്. ഇവാൻകുട്ടാ അങ്ങോട്ട് നോക്ക്. ഒന്ന് ചിരിക്കടാ. ഓ, വലിയ പവറാ. ആള് നുറുക്ക് തിന്നുന്ന തിരക്കില. പുല്ല് പറിക്കണം. നിങ്ങള് നാളെ ഉണ്ടല്ലോ, നാളെ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇടയ്ക്ക് വന്ന് നിങ്ങൾ പുല്ല് പറിച്ചാൽ മതി. എന്നാടാ ഇവൻ കൂട്ടാ കരയുന്നേ? അമ്മയെ കാണണോ? അമ്മ എന്തി? എന്നതിനാ? നിങ്ങൾ എവിടെ പോവാ? വ്ളോഗാ. നീ വാടാ. അതൊരു കസിനാണ് ആ പോകുന്നത്. തൊട്ടാവാടി മുള്ളൊക്കെ കാണുക, നോക്കി പോണം. മിന്നു, തൊട്ടാവാടി മുള്ളൊക്കെ നോക്കിപ്പോ. പൊക്കോ, അതിലേ പൊക്കോ. നോക്കിയോ? ഒച്ച കേൾക്കാനുള്ളതില്ലല്ലോ. തുളയ്ക്കാത്തോടെ നോക്കൂ. അങ്ങനെ പൊക്കിയാ കാണാം. എനിക്ക് കാണുന്നില്ല. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ എന്റെ വീഡിയോയിലേക്കും എക്കോ കേൾക്കുന്നുണ്ടല്ലേ? ഇത്രയും വലിയ കിണറ്. എത്രയും വലിയ കിണറ്? വലിയ കിണറാണല്ലോ. ഇത്രയും വലുതല്ലേ എല്ലാ കിണറും? ചില കിണറൊക്കെ ഇത്രേ ഉള്ളൂ. ചില കിണറൊക്കെ ഇത്രേ ഉള്ളൂ. അത്രയുള്ള കിണറൊന്നുമില്ല, വലിയ കിണറാ. ഇല്ല, ഇത്ര ഇവിടുന്ന് തുടങ്ങും, പക്ഷെ അടിയിലേക്ക് കുറെ ഉണ്ട്. അത് കെട്ടാതെ ഇടുന്നല്ലേ? ഇത് നമ്മളിങ്ങനെ കെട്ടിയതല്ല. അല്ലെങ്കിൽ അത്രയും കുഞ്ഞതാണെങ്കിൽ നമ്മള് താഴെ പോയല്ലേ? മഷിതണ്ടോ? നമ്മള് മഷിത്തണ്ട് തോരൻ വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാരും കണ്ടായിരുന്നോ?
കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഔഷധ ഗുണമുള്ള മഷിത്തണ്ടാണ് ഇത്, കണ്ടില്ലേ? അതെ, എന്തായാലും പറിച്ചോ, നമുക്ക് തോരൻ വെക്കാം. ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടോ? അയ്യോ, പോകാൻ നേരത്ത് പറിച്ചാൽ മതി, നല്ല വാടിപ്പോയല്ലേ. സാറില്ല. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടൊക്കെ വെക്കുന്നേ അകത്ത്. അത് വെക്കും. അത് ആമസോണിലുള്ളത് അങ്ങനത്തെയാ. ഇത് തന്നെയാ സാധനം. അത് തന്നെ. അത് മറ്റേ ആമസോണിൽ 530 രൂപയ്ക്കുള്ളത് കറി വെക്കാനല്ല, അത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാനായിട്ടാണ് അത്. എന്നിട്ട് നമ്മൾ ഇതുണ്ടോ ഇങ്ങനെ ഇതിങ്ങനെ കുറച്ച് മണ്ണെടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് മണ്ണെടുത്തിട്ടുണ്ടല്ലോ, വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണിത്, മഷിത്തണ്ട്. നമ്മൾ സ്ലേറ്റ് വാങ്ങിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം വലിയ വില കൊടുത്താണ് ആളുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് വേറെ ഒരു ഇതുകൊണ്ട് മഷി വാങ്ങിക്കല സ്ലേറ്റ് വാങ്ങിക്കലായിരുന്നോ? അത് ഇതൊന്നുമല്ല. അതെ അതെ, ഇത് തന്നെ. ഇതിന്റെ എന്നാ കൊണ്ട്? ഈ തണ്ട് കൊണ്ട്. ഈ തണ്ട് ഇതൊക്കെ കൊണ്ടിരുന്നവർക്ക് എന്നാ ഗമയാന്നറിയാം. എന്നിട്ട് ക്ലാസ്സില് ഏത് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല അത് വെച്ചിട്ട് വാങ്ങിക്കുന്നത്. ഇതിന്റെ തണ്ടില്ലേ, ഇത് ഈ തണ്ട്, ഇത് ഒരു മഷിയാ. എന്നിട്ട് ഇതിങ്ങനെ സ്ലൈഡർ ഇട്ട് ഉരയ്ക്കും. എന്നിട്ട് ഇത് അങ്ങനെ മുറിച്ച് എടുക്കുന്ന ഒരു മഷിയാ ഇത്. ഇതാർക്കെങ്കിലും ഇതിനെ കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഇത് ഒരു ടൈപ്പ് മഷിയാ. ഇവിടെ വരെ ടാറിങ് ഉണ്ടല്ലോ. അത് നമ്മളെ മറ്റേ ഇതല്ലേ, ഇത് നമ്മുടെ അവിടെ എല്ലാം ഉണ്ടല്ലോ. അല്ല, ഇത് കൊള്ളില്ല, രസമില്ല. ഞാൻ സൂം ചെയ്ത് വെച്ചിരിക്കുക, രസം വേറെ. സത്യപ്പുല്ല്. സത്യപ്പുല്ലോ? ഇത് അടി കിട്ടാതിരിക്കാൻ വേണ്ടി പണ്ട് ഉടുപ്പിന്റെ ഉള്ളിലൊക്കെ വെച്ചോണ്ട് പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ അടി കിട്ടാതിരിക്കാൻ വേണ്ടിട്ടില്ലേ ഈ പുല്ലില്ലേ, ഇത് അത് ഇങ്ങനെ ഉടുപ്പിന്റെ ഉള്ളിലൊക്കെ വെച്ച് ഒളിപ്പിച്ചോണ്ട് പോകും ടീച്ചറുടെ ഇന്ന് തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടി. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. അല്ല, ഞങ്ങള് തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടി ഈ തെരുവപ്പുല്ലുണ്ട്. തെരുവപ്പുല്ല് ഒറ്റ വിരളും കൊണ്ട്, അല്ല ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ, അതായത് ഇതിപ്പോൾ പുല്ലാണെങ്കിൽ ഇങ്ങനെ ഒറ്റ വിരളും കൊണ്ട് ഇങ്ങനെ കെട്ടിടണം. അങ്ങനെ കെട്ടിട്ടാൽ തല്ല് കിട്ടിയാലെന്നാ. മതിയടി ഫോട്ടോ എടുത്തത്. ഇവിടെ വരെ ടാറിങ് ഉണ്ട്, ഇനി അങ്ങോട്ട് ടാറിങ് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ പഞ്ചായത്തിന്റെ വെള്ളം ഉണ്ട് അവിടം വരെ. വെള്ളത്തിന്റെ കണക്ഷൻ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. പിന്നെ ടാറും ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു വീടായി, നമ്മളിപ്പോൾ ഒരു വീട് പണിയും, ഇവിടെ അടുത്ത വീട് വരും. അന്നേരത്തേക്കും നമ്മൾ പഞ്ചായത്തിൽ എഴുതി കൊടുത്താൽ അവർ ടാർ ചെയ്ത് വരും. അതെ, പൂച്ചവാലിന്നാ ഞങ്ങൾ പറയുന്നത്. അതെനിക്കറിയത്തില്ല. അല്ല, ഞാൻ കളഞ്ഞത്. നീ കളഞ്ഞോ? അത് ഇങ്ങോട്ട് എടുക്കാതെ ഇങ്ങനെ ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ? ഇതാണ്ടോ പുഴു പോലെ തന്നെ ഉണ്ടല്ലേ. പുഴു. ചേട്ടമോട്ട കരയുടെ തരാ. ചേട്ടമോട്ട എന്നോട് ചോദിക്കാതെ എന്റെ മുട്ട എന്നാ വീഡിയോ വൈൻഡപ്പ് ചെയ്തു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.